ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പോളയുടേതാണ്. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും അതുപോലെ തന്നെ ഇന്നരൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്യാരറ്റ് പോള തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുള്ളൂ, പെട്ടെന്ന് തന്നെ കാണാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് പോള തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ഒരു 4 മീഡിയം സൈസിലുള്ള 4 ക്യാരറ്റ് എടുത്ത് തൊലിയൊക്കെ ഒന്ന് വരണ്ടി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. നിർബന്ധമൊന്നുമില്ല, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. ഒരു 3 ടീസ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി അഥവാ പാൽപ്പൊടി കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി പോള ഒരുപാടങ്ങ് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇവയെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം. പിന്നെ ഈ ഒരു സമയം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു നെയ്യിലേക്ക് കുറച്ച് നട്ട്സ്, അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പോ ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ അതിന് പകരം കടല ചേർത്ത് കൊടുത്താലും മതിയാവും. ഇഷ്ടമുള്ള എന്തെങ്കിലും ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം തന്നെ ക്യാരറ്റിൻ്റെ മിക്സും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇതിൽ നന്നായിട്ട് അരഞ്ഞ് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ കളറൊക്കെ മാറി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. വേവിക്കുന്ന സമയത്ത് ക്യാരറ്റ് പോളയുടെ താഴ്ഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിൻ്റെ താഴ്ഭാഗത്ത് പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും അലൂമിനിയത്തിൻ്റെ അടപ്പുണ്ടെങ്കിൽ അതോ വെച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ അടിഭാഗം കരിഞ്ഞു പോവുകയൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് മുകൾ ഭാഗമൊക്കെ വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കാണാനൊരു ഭംഗിക്കും അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കടിക്കാനും വേണ്ടിയിട്ട് നട്ട്സൊക്കെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം വെന്ത് കഴിഞ്ഞാൽ വേറൊരു പാനിലേക്ക് മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിൽ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, മുകൾ ഭാഗം ബ്രൗൺ കളറാക്കി എടുക്കുമ്പോൾ കാണാൻ നല്ലൊരു മൊഞ്ചാണ്, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഴിക്കാനാണെങ്കിൽ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, അങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ആവിയിലും വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കുന്നത് ഇതുപോലെ അതിൽ മൈദ ഒന്നും ചേർത്തിട്ടില്ല, മൈദ ഒന്നും ചേർക്കാതെ ഇതുപോലെ മുട്ടയും ഏലക്കാപ്പൊടിയും ക്യാരറ്റും മാത്രം വെച്ചിട്ട് പഞ്ചസാരയും വെച്ചിട്ട് ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാം. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ടേസ്റ്റ് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.